ഞാൻ വേണു പറമ്പത്ത് ഉജ്ജയിനി യൂട്യൂബ് ചാനലിൻ്റെ ഉടമ. ഞാനിപ്പോൾ സംസാരിക്കുന്നത് ചേരിയ കഥകളി കേന്ദ്രത്തിൽ വെച്ചാണ്. ചേരി അതറിയാം, കഥകളി നടൻ ചെവഞ്ചേരി കുര്യാനാർ നാമധേയത്തിലുള്ളതാണ് ഈ സ്ഥാപനം. ഇദ്ദേഹത്തോട് എനിക്ക് ചെറുപ്പത്തിൽ തന്നെ വളരെ നന്ദിയുണ്ട്. കാരണം വെച്ചാൽ ഞാൻ 8ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് ഈ കൊയിലാണ്ടി ഗേൾസ് ഹൈസ്കൂളിൽ വെച്ചിരുന്ന് നൃത്ത സംഗീത നാടകം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനും എൻ്റെ ഫാമിലിയും എൻ്റെ 6 പകന്മാരാണ്. ഞങ്ങളെല്ലാവരും കൂടി കൊയിലാണ്ടി ഗേൾസിൽ പോയിട്ട് നൃത്ത സംഗീത നാടകം കണ്ടിട്ടുണ്ട്. ഇത് നമ്മുടെ രാമൻ പുരാണ നാടകം. ഇത് സംവിധാനം ചെയ്ത് പഠിപ്പിച്ചതും ചെവഞ്ചേരി കുര്യാനാരാണ് അന്ന് ഞാൻ അറിഞ്ഞിരുന്നത്. ആ കാലമുറകൾക്ക് അദ്ദേഹത്തോട് താല്പര്യമുണ്ട്. അങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ ഇവിടെ കൊയിലാണ്ടി ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു കലാമണ്ഡലം ഉജ്ജയിനി കൾച്ചർ സെൻ്ററാണ്. അവിടെ അതിൻ്റെ ഭാഗമാണ് കലാകേന്ദ്രം എന്ന് പറയുന്നത് അവിടെ ഉണ്ടായത്. അപ്പോൾ അവിടെ അത് വന്ന സമയത്ത് അന്ന് തന്നെ ഈ പരിപാടി ഈ കലാക്ഷേത്രം ഉദ്ഘാടനം ചെയ്ത് ചെവഞ്ചേരി കുര്യാനാരാണ്. അത് കഴിഞ്ഞ് പിന്നെ അങ്ങനെ പിന്നെ 2 പ്രാവശ്യം നമ്മളെ ക്ഷേത്രത്തിൽ കലാക്ഷേത്രത്തിൽ വന്നിട്ടുണ്ട്. അപ്പം അത് കഴിഞ്ഞ് ഈ വർഷത്തുമ്പോഴേക്കും നമ്മളെ കാണുന്ന നമ്മുടെ വാർഷികം, നമ്മുടെ വിജയുടെ ഈ വാർഷികടുത്ത് ഈ ഞായറാഴ്ച നമ്മുടെ കൊയിലാണ്ടി ടൗൺ ഹാളിൽ നടക്കുകയാണ്. അപ്പം അവിടെ നമ്മുടെ ഒരു കഥകളി അവിടെ അരങ്ങേറ്റം നടക്കുന്നുണ്ട്. അത് നടത്തുന്ന കഥകളി പഠിപ്പിച്ച് ചെവഞ്ചേരി കുര്യാനാർ അധ്യാപകൻ്റെ മരുമകനായ പ്രേംകുമാർ സാറാണ്. അങ്ങനെ അദ്ദേഹം അന്ന് അരങ്ങേറ്റം നടന്ന് ഉപയോഗിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഇപ്രാവശ്യത്തേക്ക് നമുക്ക് വളരെ കൂടുതൽ പ്രാധാന്യമുണ്ട്. അപ്പോൾ ചെവഞ്ചേരി കുര്യാനാർ നമ്മളെ എല്ലാ നിലയ്ക്കും നമ്മളെ സ്ഥാപനത്തിൻ്റെ ഒരു ഇതായതുകൊണ്ട് ഞങ്ങളിവിടെ വന്നിട്ട് ഈ ഇദ്ദേഹത്തിൻ്റെ ഈ ഉറവിടത്തിന് വന്നിട്ട് ഒരു വീട് ചെയ്യാമെന്ന് കരുതിയത്. എനിക്ക് ഇദ്ദേഹമായിട്ട് കൂടുതൽ സംസാരം നമ്മൾ അന്ന് കഥകളി അരങ്ങേറ്റം നടക്കുന്ന സമയത്ത് നടത്താം. മൊത്തത്തിൽ ഈ സ്ഥാപനത്തെ പറ്റി രൂപം കൊടുക്കുകയാണ്. പിന്നെ ഇത് മാത്രമല്ല, എനിക്ക് അതിൻ്റെ അടുത്ത് ഞാനിവിടെയുള്ള ഈ സ്ഥാപനമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന ഒരു ശങ്കരൻ മാഷുണ്ട്. അയാൾ ഈ ജൈവ കർഷകനാണ്. അപ്പം നമ്മൾ ഉജ്ജയിനി 1-2 പ്രാവശ്യം വന്നിട്ട് ജൈവ കർഷക പരിപാടികൾ പങ്കെടുത്തിട്ടുണ്ട്. അതായത് ഇവിടെയുള്ള നമ്മളെ ഈ ഭാഗത്ത് തന്നെയുള്ള, അതായത് കുറച്ചപ്പുറമുള്ള പൂക്കാടിലെ ഉണ്ണിഗോപാല മാഷുണ്ടല്ലോ, അത് ജൈവ കർഷകനാണല്ലോ. അപ്പം അദ്ദേഹം നമ്മളെ ഉജ്ജയിനി ഈ തെങ്ങ് യന്ത്രം വെച്ച് തെങ്ങ് കയറ്റ പരിശീലനം 40 ബാച്ച് നടത്തിയിട്ട് ഈ 40 ബാച്ചിനും അദ്ദേഹം അവിടെ വേണ്ടിയിട്ട് ഈ ജൈവകൃഷി ക്ലാസ് എടുത്തിട്ട് അപ്പം അങ്ങനെ ഈ ഏരിയ ഈ ജൈവകൃഷിയുടെയും അതുപോലുള്ള ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളുടെ ഒരു കേന്ദ്രമാണ്. ശങ്കരൻ മാഷോടും രണ്ട് വാക്ക്. അതായത് ലോകത്തെവിടെപ്പോയാലും മലയാള സാഹിത്യം എന്ന് പറയുന്ന അത് കേരളത്തിലെ കഥകളി എന്ന് പറഞ്ഞാൽ ലോകത്ത് നാനാഭാഗത്ത് അങ്ങനെ കഥകളി എന്ന കലാരൂപത്തെ ലോകത്തെ നാനാഭാഗത്ത് പല വ്യക്തികളെ കൂടി എത്തിച്ചാൽ അതിന് പ്രധാന സംഭവിച്ച ഒരു വ്യക്തിയാണ് ചെവഞ്ചേരി കുര്യാനാർ. അദ്ദേഹത്തെ മരുകൻ നിലയും അല്ലാതെ അദ്ദേഹവുമായിട്ട് വളരെ അടുത്ത് ബന്ധപ്പെട്ട് അദ്ദേഹത്തോട് കൂടി ഉണ്ടായിരുന്ന അനുഭവത്താണ് ഇതിനെപ്പറ്റി 2 വാക്ക് പറയാൻ വേണ്ടി അദ്ദേഹത്തിന് അനുഭവത്തിയായ ബാംഗ്ലൂർ സാധ്യത. ചെറുപ്പത്തിൽ തന്നെ എന്നെ നൃത്തത്തിലേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ തുടർന്ന് കഥകളി പഠിക്കാനുള്ള ഒരു പ്രചോദനം അദ്ദേഹത്തിന് ഉണ്ടായി. തുടർന്ന് ആധികാരികമായി പഠിക്കണം എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഉദ്ദേശത്തോടെ തന്നെ എന്നെ കേരള കലാമണ്ഡലത്തിൽ കഥകളി പഠിക്കാനായി ചേർത്തു. അവിടെ 6 വർഷം കഥകളിയുടെ കർശനമായ ക്ലാസ് ചിന്തകളോടുകൂടെ 6 വർഷത്തെ ഡിപ്ലോമ കോഴ്സ് പൂർത്തിയായി. അതിനുശേഷം കഥകളി വിദ്യാലയം ചേരിയിൽ അവിടെ കഥകളി അധ്യാപകനായി ജോയിൻ ചെയ്തു. ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ഗ്രാൻഡോടുകൂടെ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. അവിടുത്തെ പ്രിൻസിപ്പളായിട്ടാണ് ഇപ്പോൾ പ്രവർത്തിച്ചു വരുന്നത്. കഥകളി കേന്ദ്രത്തിലെ പ്രശ്നമാണത്. അവിടെ കാര്യങ്ങൾ കഥകളി നന്നായിട്ട് പഠിപ്പിക്കുകയും അവതരിപ്പിക്കുകയും എന്താണ് പഠിപ്പിക്കുക അങ്ങനെ പോകുന്നുണ്ടോ? അവിടെ കഥകളി പഠിക്കാൻ ഒരുപാട് കുട്ടികളുണ്ട്. 10-40ഓളം കുട്ടികളുടെ കഥകളി പഠിക്കുന്ന ആൾക്കാർ. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു ഇതോടുകൂടി നടത്തുന്ന ഒരു കോഴ്സാണ്. അതിൻ്റെ കഥകളി പഠിക്കാൻ കഥകളി അവതരിപ്പിക്കാൻ പറ്റിയ ഒരുപാട് കുട്ടികളുണ്ട്. സീനിയർ കുട്ടികളുണ്ട്. കുട്ടികൾ സ്വന്തമായിട്ട് കഥകൾ ആടാനുള്ള കഴിവ് അവർക്കുണ്ട്. വലിയ കഥകളൊക്കെ 2 മണിക്കൂർ 3 മണിക്കൂറുള്ള ദൈർഘ്യമുള്ള നാട്ടക്കഥകൾ സ്വന്തമായിട്ട് ചെയ്യുന്ന കുട്ടികൾ ആ കുട്ടികളുണ്ട്. കഥകളി പഠിക്കാൻ വേണ്ടി പെൺകുട്ടികൾ ഒരുപാട് മുന്നോട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതോടെ നമ്മളെ ഉജ്ജയിനിയിൽ കഥകളി ഇതിലെ കഥാകാരത്തിന് പ്രധാന അധ്യാപനം തന്നെ നമുക്ക് പഠിപ്പിക്കാൻ കിട്ടിയത് നമ്മുടെ വലിയ അനുഗ്രഹമാണ്. അപ്പോൾ ഈ കുട്ടികളെ പഠിപ്പിച്ചത് എന്താണ് അവർ നന്നായിട്ട് സാറ്റിസ്ഫൈഡാണോ പഠിപ്പിച്ചത്? തീർച്ചയായിട്ടും അവർ നല്ല കുട്ടികളാണ്. എന്നാൽ അതുകൊണ്ടാണ് ഇത്ര പെട്ടെന്ന് അവർക്കൊരു അരങ്ങേറ്റത്തിനൊക്കെ പ്രാപ്തമാകാൻ കഴിഞ്ഞത്. ഒരു 3.5 കൊല്ലം കൊണ്ട് അവർ കഥകളിയെ പുറപ്പാട് പൂർത്തിയാക്കി ചെയ്യാൻ പറ്റും. അത്
അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു അരങ്ങേറ്റം തീരുമാനിച്ചത്, ഇത് ചെയ്യാനുള്ള തീരുമാനം ഉണ്ടായത്. നിങ്ങളെ അത്ര പഠിക്കണം പറയുന്നത് ഞാൻ പിന്നെ കുറെ വായിച്ചിട്ട് കൊടുക്കുകയാണ്. അങ്ങനെ വായിച്ചു കൊടുക്കില്ലേ ഇപ്പോൾ ഇനി അരങ്ങാണാത്ത നടക്കുന്ന ബുക്കിൽ സംസ്ഥാന ഭാഗത്ത് ഇങ്ങനെ പറയുന്നത്, അതായത് കേരളപ്പറ്റി ഞാൻ MJ എന്നെ പ്രചോദിപ്പിച്ചു കലാരംഗത്തേക്ക് വരാൻ പറഞ്ഞു. അതിനെപ്പറ്റി എന്താ പറഞ്ഞു? ഞാൻ കേരളപ്പറ്റിയായിട്ട് ബന്ധപ്പെട്ടെന്ന് പറയാം, ഞാൻ പറഞ്ഞു മാത്രമേ. അപ്പോൾ വേറെ എന്തിനാ കൂടുതൽ ഇനി അരങ്ങേറ്റ സമയത്ത് കാണാം. ഓക്കെ. നമ്മളിപ്പോൾ ഈ പരിപാടി നമ്മുടെ ചെണ്ടാരംഗേറ്റം നടത്തുന്നത് പിഷാരകാവ് ക്ഷേത്രത്തിലാണ്. പിഷാരകാവ് ക്ഷേത്രം എന്ന് പറയുന്ന സമയത്ത് മലബാറിലെ ഏറ്റവും വലിയ ക്ഷേത്രോത്സവം കണ്ട സ്ഥലമുണ്ട്, എല്ലാവരും പറയുന്ന വരിക. അപ്പോൾ ഇതിൻ്റെ മുമ്പിൽ നല്ലൊരു കാവുണ്ട്. അപ്പോൾ ഇടതോർത്ത് നിൽക്കുന്ന മുൻഭാഷ തന്നെ. അപ്പോൾ അത് ഏറ്റവും നല്ലൊരു കാവാണ്. പക്ഷേ ഈ കാവിനെ പറ്റി പറയുമ്പോൾ കാവിൻ്റെ കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇതുപോലെ തന്നെ മറ്റൊരു കാവ് നമ്മുടെ ഇതിനടുത്ത് തന്നെയുള്ള പൊരുക്കാ ക്ഷേത്രത്തിൻ്റെ ബാക്കിലുണ്ട്. പക്ഷെ അത് ക്ഷേത്രത്തിൽ വരുത്തൊരു കാവ് കാണുന്നില്ല, ഒരു ബാക്കിലായതുകൊണ്ട്. അപ്പം അതാണ് ഇതിൻ്റെ പിഷാരകാവ് ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത. ഈ പിഷാരകാവ്, ഈ പൊരുക്കാ ക്ഷേത്രത്തിൽ പഴയ കാവുണ്ടല്ലോ, വലിയ കാവ്, ആ കാവിൽ ഞങ്ങൾ ഒരിക്കൽ നമ്മുടെ ബാലസാഭിഷേകം കുട്ടികളുടെ ഒരു ക്യാമ്പ് എടുത്തിരുന്നു. കുട്ടികളെയും കൊണ്ട് അവിടെ പോയിരുന്നു കാവ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളെ കൂട്ടത്തിൽ ഒന്ന് നമ്മളെ ദിഗ്വിരാജ്, നമ്മളെ വിശാല ടീച്ചറും പിന്നെ നമ്മളെ കുറച്ച് സുഹൃത്തുക്കളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കാവിൽ കൊണ്ട് വെച്ചിട്ട് നമ്മുടെ നാട്ടിലൊരു ഗായകനുണ്ട്, മണക്കാട്ട് രാജൻ, അയാൾ നല്ലൊരു പാട്ട് പാടുകയുണ്ട്. വളരെ നല്ലൊരു അനുഭവമായിരുന്നു. വരച്ചാൽ ഈ ഇല്ലേ ചന്ദ്രകളമൻ ചാർത്തി ബന്ധപ്പെട്ടൊരു അതിൽ ഈ വസുന്ധര എന്ന് തുടങ്ങുന്ന വരികളുണ്ടല്ലോ, ഇവിടെ വീണ്ടും ജനിക്കാൻ അത് വളരെ വൈകാരികമായിട്ട് വളരെ കേരളം പോപ്പുലറുമായി ബന്ധപ്പെട്ട സംഭവം കൊണ്ട് നമുക്ക് വളരെയധികം വികാരം ഉണ്ടാക്കിയൊരു സന്ദർഭമായിരുന്നത്. പിന്നെ ഞാൻ ഈ കാര്യത്തിനെ പറ്റി ഒരിക്കലും ചില ടീച്ചറുടെ അടുത്ത് വീട്ടിൽ പോയിരുന്നു ഞാൻ. അപ്പം അവർക്ക് ലേശം ഓർമ്മക്കുറവുണ്ട്. അവർക്ക് മാത്രമല്ല ശേഷൻ്റെ ഓർമ്മക്കുറവ് എനിക്ക് തുടങ്ങിയിട്ടുണ്ട്. അതായത് അപ്പം ഈ ഓർമ്മക്കുറവ് എന്നെ പരിപൂർണ്ണ എത്തിക്കുന്നതിന് മുമ്പ് ചില കാര്യം കൂടി ചെയ്യുന്നുണ്ട്, നടക്കാൻ പറ്റും എനിക്കറിയില്ല. പിന്നെ ഈ രാഷ്ട്രസേവാദൾ ഈ ക്യാമ്പ് ഉണ്ടല്ലോ കുട്ടികളെ, രാഷ്ട്രസേവാദൾക്കാർ എന്ന് പറഞ്ഞ പൂനാശ്രമ സംഘടന ആൾക്കാരെ ഒരുമിച്ചിട്ട് നടത്തിയ ക്യാമ്പായിരുന്നു അത്. അപ്പം അത് അതിൽ സംഗീത വ്യായാമമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ അപ്പം അത് നന്നായി നടക്കും. 5-6 ക്യാമ്പ് നടത്തിയിട്ടുണ്ട്. എന്താ പറയുക, ഇവർ വന്നുകൊണ്ടാണ് ആ ക്യാമ്പ് നമുക്ക്
ഫലപ്രദമായിട്ട് നടത്താൻ പറ്റി. മാത്രമല്ല അതിന് മുമ്പ് പൂക്കാടുള്ള കുളക്കാടല്ല രോഹ്യ മന്ദിരത്തെ ചുറ്റി ക്യാമ്പ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഓർമ്മ എൻ്റെ ഇതിന് രവിയും എൻ്റെ രവീൻ്റെ ഭാര്യ വിദ്യാഭാരതിയും മാത്രം എൻ്റെ അഞ്ചൻ്റെ വേറെ മകൻ ആദർശ് ക്യാമ്പ് പങ്കെടുത്തിരുന്നു. ആ ക്യാമ്പിനെ പറ്റി വേറെ കാര്യം എനിക്ക് ഓർമ്മ വരുന്ന വെച്ചാൽ അതിൻ്റെ മുമ്പ് ക്യാമ്പ് നടത്തുന്ന മുമ്പ് അവിടെ ഞങ്ങൾ രാഷ്ട്രസേവാദളിലും പ്രവർത്തകരും ഞാനെല്ലാം കൂടി അവിടെ സന്ദർശിച്ചിട്ടുണ്ട്. അവിടെ എത്തുമ്പോൾ രാത്രി 10 മണിയായിട്ടുണ്ട്. അപ്പം നമ്മുടെ കുറേ ആൾക്കാർ അവിടെ ഏരിയകളിലെ നമ്മുടെ ഉണ്ണികോലൻ മാഷും കുറേ ആൾക്കാർക്ക് ഞങ്ങളെ കാത്ത് രാത്രി 10 മണിക്ക് 10:50 ആൾക്കാരവിടെ കാത്തിരിക്കുന്നത്. അവിടെയുള്ള ആൾക്കാർക്ക് ഇത്തരം കാര്യത്തിലുള്ള ഒരു പ്രതിബദ്ധത കാണിക്കുന്നുണ്ട്. ഞാൻ കൂടുതൽ വിഷം തെറ്റിപ്പോകാൻ തോന്നുന്നു. പക്ഷേ ഇനി നമുക്ക് നമ്മളെ ചെണ്ടാരംഗത്തിലേക്ക് പോവാം. കഥകളി ആചാര്യൻ ചേമഞ്ചേരി കുമരൻ മാസ്റ്ററെ മരുമകനാണ്, പെങ്ങളെ മകനാണ്. അപ്പോൾ ഇദ്ദേഹവും ഞാനും മറ്റും വലിയ കണക്ഷനുണ്ട്. കാരണം വെച്ചാൽ നമ്മളെ സ്ഥലം കല മാത്രമല്ല കൃഷിയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നത്, ജൈവകൃഷിയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടെ ഒരു 40 വെച്ച് യന്ത്രം വെച്ചുള്ള തെങ്ങേറ്റ പരിശീലനം നടത്തിയിരുന്നു. ഈ 40 അപ്പോൾ അതിൽ എല്ലാ പരിശീലനത്തിലും നമ്മളെ ഈ മറ്റേ ഇയാളുണ്ടല്ലോ ബാലഗോപാലൻ അല്ലേ, ജൈവകൃഷ്ണൻ ഉണ്ണിഗോപാലൻ മാസ്റ്റർ എല്ലാ പരിപാടിക്കും ആളെ ഒരുമിച്ച് ക്ലാസ് എടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് അത് ജൈവകൃഷിൻ്റെ ഒക്കെ പരിപാടി എടുത്ത സ്ഥലം അങ്ങനെ മാറിയത്. അപ്പം അങ്ങനെ ഒരിക്കൽ വന്ന സമയത്ത് ആണ് ഇദ്ദേഹം സീറോ ബഡ്ജറ്റ് നേച്ചർ പലേക്കർപുരം സമ്പ്രദായം അതിനെക്കുറിച്ചൊരു ക്ലാസ് എടുത്തിട്ടുണ്ട്. അവിടെ വന്ന് ക്ലാസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ വന്ന സമയത്ത് നമുക്കറിയാം ഇയാളിപ്പോൾ പശുണ്ട്, ഇവിടെയൊക്കെ പല വീട്ടിലുള്ള ചെടികളും അപ്പോൾ അങ്ങനെ ആണ് അദ്ദേഹം അവിടെ വന്നത്. അപ്പോൾ ആ ബന്ധം ഒന്നുകൂടി പുതുക്കിയാണ് ഏരിയ വന്ന സമയത്ത്. അപ്പോൾ എന്തെങ്കിലും 2 വാക്ക് സംസാരിക്കണം. ജൈവകൃഷി നമ്മളെ അതിനെ സംബന്ധിച്ചിടത്തോളം ഈ ജൈവകൃഷി പ്രോത്സാഹിപ്പിക്കുക എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഇന്ന് ഈ നമ്മൾ കാണുന്ന മിക്കവാറും എല്ലാ രോഗങ്ങളുടെയും അടിസ്ഥാന കാരണം നമ്മുടെ ഭക്ഷണം. കാരണം ഇന്ന് നമുക്ക് അങ്ങാടിയിൽ നിന്ന് കിട്ടുന്ന മിക്കവാറും എല്ലാ ഈ ഭക്ഷ്യവിഭവങ്ങളും ഏതെങ്കിലും തരത്തിൽ കീടനാശിനികളോ അല്ലെങ്കിൽ അമിതമായ രാസപ്രയോഗം കൊണ്ടോ നിർമ്മിച്ചതായിരിക്കും. അതുതന്നെയാണ് പലപ്പോഴും തന്നെ നമ്മുടെ ഈ രോഗകാരണങ്ങളായിട്ട് മാറുന്നത്. കാരണം ഭക്ഷണമാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ രോഗത്തിനെതിരായുള്ള പ്രതിരോധ ഘടകം. അതുകൊണ്ട് തന്നെ പരമാവധി ഈ ജൈവ കൃഷിയിൽ കൂടി, അതായത് മാരകമായ ഈ കീടനാശിനികളും അമിതമായ രാസവളമൊന്നും പ്രയോഗിക്കാതെ ചെയ്യുന്ന പ്രകൃതി കൃഷിയിൽ കൂടി ഭക്ഷ്യവിഭവങ്ങൾ ഉത്പാദിപ്പിക്കുകയും അത് നമ്മൾ ഉപയോഗിക്കുകയും ചെയ്താൽ ഇത്തരത്തിലുള്ള ഈ മാരക രോഗങ്ങൾക്കെതിരായുള്ള ഒരു വലിയൊരു പ്രതിരോധമായിരിക്കും.